വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇത് നമ്മൾ കുറച്ച് കേളി തിങ്സ് ആട്ടോ സംസാരിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഗേൾസ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഹൈജീൻ ഹാക്സും ടിപ്സും ഇതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. പീരിയഡ് ക്രാംസ്, അൺറാം ഡാർക്ക്നെസ്, ബോഡി ഒഡോർ, അതേപോലെ പ്രൈവറ്റ് ഏരിയ ഇച്ചിങ്, ഇറിറ്റേഷൻ, ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് ടീനേജേഴ്സ് ഗേൾസിനൊക്കെ ഇതിനെക്കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. പക്ഷെ അത് അവരാരോട് ചോദിക്കും, എങ്ങനെ അതിന് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുമെന്നൊക്കെ ഉള്ള നല്ല കൺഫ്യൂഷനിലായിരിക്കും. സോ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ അൺറാംസ് ഒന്നും ക്ലീൻ ചെയ്യാത്തവരാണെങ്കിൽ ആ ഒരു ഹാബിറ്റ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്യണമെന്നുണ്ട് ഉള്ള കൺഫ്യൂഷനിലാണെങ്കിൽ നിങ്ങൾക്ക് വാക്സ് ചെയ്യാം, അല്ലെങ്കിൽ ട്രിം ചെയ്യാം, അല്ലെങ്കിൽ ഷേവ് ചെയ്യാം. ഈ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏറ്റവും നല്ല വാക്സിങ് ആയിരിക്കും. പക്ഷേ അത് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ, ഞാൻ സെൽഫായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വാക്സ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ചിലർക്ക് പെയിൻഫുള്ളും പേടി അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് വെച്ചാൽ ട്രിമ്മേലാണ്. അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. കാരണം ഷേവ് ചെയ്യണവർ ഒരുപാടുണ്ടാവും. ആ ഒരു ഹാബിറ്റ് ഇപ്പോൾ ഈ ഒരു ഇതിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അണ്ടർആം ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ റീസൺ തന്നെ ഷേവിങ് ആണ്. കാരണം ഫ്രിക്ഷൻ. നമ്മൾ അണ്ടർആംസ് ഒക്കെ ഇങ്ങനെ ഷേവ് ചെയ്യുമ്പോൾ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇതാക്കല്ലോ. സോ ആ ഒരു റീസൺ കാരണം നിങ്ങളുടെ അണ്ടർആംസ് നല്ല ഡാർക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്, അതായത് ഷേവ് ചെയ്യുമ്പോൾ. സോ ഷേവ് ചെയ്യണ ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് ട്രിം ചെയ്യണ ഒരു ഹാബിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ വാക്സ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ, പേടിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വാക്സ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. കാരണം വാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഉള്ളിലേക്കുള്ള ഹെയർ ഉൾപ്പെടെയാണ് പറഞ്ഞു പോണത്. സോ അത് നമുക്ക് മന്ത്ലി വൺസ് ഒക്കെ ചെയ്താൽ മതി. അത് 2-3 പ്രാവശ്യമൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ തിക്നെസ് റെഡ്യൂസ് ആവും. സോ പിന്നെ വരുന്ന ഹെയറിന് അത്രയും കട്ടി ഉണ്ടാവില്ല. അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു നല്ല മെത്തേഡായിരിക്കും. എന്നാലും മോസ്റ്റ് ഓഫ് ദി പീപ്പിൾസും ട്രിമ്മിങ് അല്ലെങ്കിൽ ഷേവിങ് ആയിരിക്കും ഒരുപാട് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തവർ ചെയ്യണം. സോ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിൽ കോൺഫിഡൻസ് ഉള്ളവർ ആ ഒരു മന്ത്ലി വൺസ് ചെയ്താലും മതി. മറ്റേതാകുമ്പോൾ നമ്മൾ വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ 2 വീക്ക് കൂടുമ്പോൾ വൺസ് എങ്കിലും ചെയ്യേണ്ടി വരും. സോ ഈസിയസ്റ്റ് വേ അതാണ്. പക്ഷേ ഇത് താല്പര്യമുണ്ട്, അത് താല്പര്യം ഇല്ലാത്തുള്ളവരാണെങ്കിൽ ട്രിം തന്നെ ചെയ്യുക, ഷേവിങ് ഒഴിവാക്കുക. പിന്നെ നിങ്ങളുടെ അണ്ടർആം ഡാർക്കൺ ആവാനുള്ള റീസൺസ് ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ, ഹോർമോണൽ ഇൻബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കാരണം വരാം കേട്ടോ. പിന്നെ നിങ്ങൾ ടൈറ്റ് ക്ലോത്ത്സ് ഒക്കെയാണ് വേറെ എന്നുണ്ടെങ്കിലും ആ ഒരു റീസൺ കൊണ്ടും നിങ്ങൾ അണ്ടർആം ഡാർക്ക് ആവാം. പിന്നെ ഇന്ന് മാർക്കറ്റിൽ കുറേ ഐറ്റംസ് ഉണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ അണ്ടർആംസ് വെളുപ്പിക്കണം വെച്ചാൽ ആ ഒരു ഡാർക്ക്നെസ് റെഡ്യൂസ് ചെയ്യണം. ഒരുപാട് റോൾ ഓൺസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും യൂസ് ചെയ്താൽ, ഞാനും യൂസ് ചെയ്താൽ എനിക്കും റിസൾട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു റോൾ ഓൺ യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡാർക്ക്നെസ് ഒന്നും ഇല്ല, പക്ഷേ ഈ ബാഡോഡോറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്മെല്ലുള്ള അണ്ടർആം റോൾ ഓൺ യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു ബോഡി ലോഷനോ അല്ലെങ്കിൽ നല്ലൊരു സോപ്പൊക്കെ മാറ്റിയിട്ട് ഒരു ബോഡി വാഷൊക്കെ യൂസ് ചെയ്യാൻ, നല്ലോണം ലാസ്റ്റ് ചെയ്യണ സ്മെല്ലൊക്കെയുള്ള ബോഡി വാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ പറഞ്ഞതാണ് ബിക്കിനി ഏരിയയിലെ ഹെയർസും. അത് നിങ്ങൾ ഇതുവരെ ഹെയർ ക്ലീൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു ഹാബിറ്റും സ്റ്റാർട്ട് ചെയ്യാട്ടോ. ഏറ്റവും കൂടുതൽ ടീനേജേഴ്സ് ഗേൾസിനായിരിക്കും ഇതിനെക്കുറിച്ചുള്ള കുറേ കൺഫ്യൂഷൻസ്. ഈ ഒരു പോർഷനിൽ വാക്സിനിങ് അത്ര പോസിബിൾ ആയിട്ട് വരണമെന്നില്ല. സോ ഞാൻ പ്രിഫർ ചെയ്യണത് എപ്പോഴും ട്രിമ്മിങ് ആണ് കേട്ടോ. കാരണം നമ്മുടെ ആ ഒരു പോർഷനിലെ ഹെയർസ് ഒന്നും കളഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. മാത്രമേ നമ്മുടെ പീരിയഡ്സിൻ്റെ സമയത്തൊക്കെ അങ്ങനെ ഹെയർസ് ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഒരു പ്രത്യേക ഇറിറ്റേഷൻ ഉണ്ടാവും ആ ഒരു ടൈമിൽ. സോ ഇതെന്തായാലും എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ അണ്ടർആംസിലാണെങ്കിലും അതേപോലെ തന്നെ ബിക്കിനി ഏരിയസിൽ ആണെങ്കിലും ഒരുപാട് ഹെയർസ് ഇരുന്ന് വേർപ്പായി കഴിഞ്ഞാൽ അത് ബാക്ടീരിയാസ് വരും. നമുക്ക് പല സ്കിൻ ഡിസീസസും വരും. ചിലവർക്കൊക്കെ അണ്ടർആംസിലുള്ളതാണ് ചെറിയ ചെറിയ തരി പോലുള്ള കുരുകളൊക്കെ. അതൊക്കെ ഈ ഒരു ബാക്ടീരിയൽ റീസൺസ് കൊണ്ട് വരാട്ടോ. സോ എന്തായാലും നമ്മൾ താഴെയാണെങ്കിലും മേളിലാണെങ്കിലും നല്ല രീതിയിൽ ഹെയർ ക്ലീൻ ചെയ്ത് വയ്ക്കുക. എപ്പോഴും ആ ഒരു ക്ലീൻ ആയിട്ട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വേർപ്പൊക്കെ ഇരുന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇറിറ്റേഷൻസും കാര്യങ്ങളും വരാം. സോ എപ്പോഴും അത് ക്ലീൻ ആയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ ഇച്ചിങ്സും ഇറിറ്റേഷനൊക്കെ വരാനുള്ള ഒരു റീസൺ ആണ് നമ്മൾ സോപ്പ് യൂസ് ചെയ്യണത്. സോപ്പ് യൂസ് ചെയ്ത് ആ ഒരു പോഷനിൽ നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യാനേ പാടില്ല. കാരണം നമ്മുടെ അവിടെ ഒരു pH ലെവലുണ്ട്. ആ ഒരു pH ലെവലിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിങ്സും ഇറിറ്റേഷൻസും വരാൻ നല്ല ചാൻസ് കൂടുതലാണ്. സോ ഇൻറ്റിമേറ്റ് വാഷുകൾ ഉണ്ടല്ലോ, ഇപ്പോൾ വി വാഷ് പോലത്തെയൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് മനസ്സിലാവും. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യണ
അണ്ടർവെയർസ് ഉണ്ടല്ലോ അതെല്ലാം കോട്ടൺ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാത്ത മെറ്റീരിയൽസ് ഒന്നും നമുക്ക് ചിലപ്പോൾ പറ്റണമെന്നില്ല. സോ എന്തായാലും കോട്ടണിലേക്ക് സ്റ്റിച്ച് ചെയ്യാൻ നോക്കും. പിന്നെ നമുക്ക് ബാഡ് ഓഡോർ ഉണ്ടാവാൻ കുറേ റീസൺസ് ഉണ്ട് കേട്ടോ. നമ്മൾ കഴിക്കണ ഫുഡ് ഉൾപ്പെടെ, നമ്മൾ കഴിക്കണ ഫുഡിൻ്റെ കേസസ് ആവാം, അല്ലെങ്കിൽ ഇപ്പം എന്താ പിന്നെ ഞാൻ ബാക്ടീരിയാസ് ഉണ്ടെങ്കിലാവാം, പിന്നെ എന്തെങ്കിലും നമുക്ക് അസുഖം ഉണ്ടെങ്കിലാവാം. ഞാൻ ഇവിടെ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും മറന്നു പോയാൽ അത് നോക്കി പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സോ ഇങ്ങനെയുള്ള റീസൺസും കൊണ്ട് നിങ്ങൾക്ക് അവിടെ ബാഡ് ഓഡോർ ഉണ്ടാവാനുള്ള നല്ല റീസൺസ് ഉണ്ട്. സോ ഇതിന് ഒരു റെമഡി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുക. വെള്ളം എന്തോരം കുടിക്കണോ അത്രയും നല്ലതാണ്. സോ നമ്മൾ നല്ല വെള്ളം കുടിക്കുക, പിന്നെ നല്ല ഫ്രൂട്ട്സ് കഴിക്കുക, വെജീസ് കഴിക്കുക. ഇതൊക്കെ ഇങ്ങനൊരു ലൈഫ് സ്റ്റൈൽ തന്നെ മാറുവാണെങ്കിൽ തന്നെ നിങ്ങളുടെ അങ്ങനത്തെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ മാറും കേട്ടോ. പിന്നെ എന്താ പീരിയഡ് ക്രാംസ്, ഇതും കുറേ ഗേൾസ് സഫർ ചെയ്യണ കാര്യമായിരിക്കും. എല്ലാവർക്കും ഉണ്ടാവും. ചിലവർക്ക് അത് കുറച്ച് കൂടുതലായിരിക്കും, ചിലർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓരോ ലെവലും ഓരോരുത്തർക്ക്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചിലർ പറയാനായിട്ടുണ്ട്. വിക്സ് തേച്ച് കഴിഞ്ഞാൽ നല്ല റിലീഫ് കിട്ടുമെന്ന്. അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഒരു ബാഗ് ഉണ്ടല്ലോ, ഒരു ചൂടുവെള്ളം നിറച്ചിട്ട് ജസ്റ്റ് വയറ്റിൽ വയ്ക്കണത്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കുറച്ച് ഇതാണ്. പിന്നെ ഒരു നാടൻ രീതിയിലെന്ന് വെച്ചാൽ നമ്മുടെ ആര്യവേപ്പിലല്ല, നമ്മുടെ കറി ലീവ്സ് ഉണ്ടല്ലോ, അത് ശരിക്കും അരച്ച് നല്ലൊരു ഉണ്ടാക്കിയിട്ട് വിഴുങ്ങുക. ഞാൻ അത് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കതിന് ആ ഒരു റിലീഫും അനുഭവിച്ചിട്ടുണ്ട്. കുറേ നാൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വേറെ ഒന്നുണ്ട്, നമ്മൾ മീൻ കറിയിൽ ഇടുന്ന പുളി ഉണ്ടല്ലോ, വാളംപുളിയല്ല, കുടംപുളി. ആ കുടംപുളി ഇട്ട് വെച്ച വെള്ളം കുടിക്കുക എന്നുള്ളത്. അപ്പോൾ ആ പീരിയഡ്സിൻ്റെ സമയത്ത് നമുക്ക് എപ്പോഴും വരണ ഒരു വേദനയുടെ അത്രയും എഫക്റ്റീവായിട്ട് വരില്ല, കുറച്ചൊന്ന് റെഡ്യൂസ് ആവും. എനിക്കെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ കുറേ ക്രേവിങ്സും കാര്യങ്ങളൊക്കെ, ഡാർക്ക് ചോക്ലേറ്റ് അല്ല, ഡയറി മിൽക്ക്, കേക്ക്, അതേപോലെ പേസ്ട്രീസ്, അതൊക്കെ കഴിക്കാൻ നല്ല ക്രേവിങ്സ് വരും കേട്ടോ. അത് കഴിച്ച് കഴിയുമ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസം, ഭയങ്കര ഒരു നിർവൃത്തി. ആ സമയം ആ ഒരു ഡേറ്റും ടൈം ആകുമ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോക്ലേറ്റ്സോ ഡയറി മിൽക്കോ ബൗണ്ടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതൊക്കെ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. സോ ആ ഒരു സമയത്ത് ഞാൻ എടുത്ത് കഴിക്കും, നല്ല റിലീഫും കിട്ടാറുണ്ട്. സോ ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും ക്രേവിങ്സ് വരുന്നതും അത് നമുക്ക് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് അവരവർക്കേ അറിയുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വർക്കാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. സോ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ അക്കൗണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.